ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്നും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ 5 മിത്തുകളും അതുപോലെ തന്നെ അതിൻ്റെ ഫാക്റ്റുകളാണ്. വീഡിയോ എന്ത് തന്നെയാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ ബോക്സ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിത്താണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിക്കുകൾ വർക്കാകും, അല്ലെങ്കിൽ ഈ പറയുന്ന എപ്പിക്കുകളൊക്കെ എടുക്കാൻ ട്രിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത്. ഇത് തികച്ചും ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു മിത്ത് തന്നെയാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിമിന്റെ മെയിൻ ആയിട്ടുള്ള കൊണാമിയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എപ്പിക് കാർഡുകളും ബിഗ് ടൈം കാർഡുകളൊക്കെയാണ്. ഇത് നമ്മൾ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന കോയിൻ പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവരുടെ പ്രൊഡക്റ്റിനെ ഒരു കാരണവശാലും ആർക്കും ഒരു തരത്തിലുള്ള ട്രിക്കുകളോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് കൊണാമിയുടേത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ട്രിക്കോ കാര്യങ്ങളോ വർക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇവരത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുകയും അത് അപ്പോൾ തന്നെ ആ ഒരു ബഗും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു ട്രിക്കാണ് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തവണ ടാപ്പ് ചെയ്തിട്ട് 3 എപ്പിക്കാണ് ഉണ്ടാവുക, അതിൽ 3നെയും ഒരുപാട് തവണ ടാപ്പ് ചെയ്തിട്ട് ബോക്സ് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്നതിനെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് കൊണാമിയുടെ സെർവറിനെ ഹാങ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഹാങ് ആയി പോകുന്ന സെർവറിന് നമ്മൾ പെട്ടെന്ന് ഒരു കോയിനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എപ്പിക് അടിക്കും എന്നുള്ളതാണ്. ഏത് കൊണാമിയുടെ സെർവർ, ഇത്രയും മില്യൺസ് ഡൗൺലോഡേഴ്സ് ഉള്ള കൊണാമിയുടെ സെർവർ ഹാങ് ആക്കിയിട്ട് ഇവിടെ നിന്ന് എപ്പിക് എടുക്കാൻ ബ്ലണ്ടർ എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? സോ ഇതാണ് ഇതിൻ്റെ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ മിത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഫാക്റ്റും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം. നമ്മുടെ രണ്ടാമത്തെ മിത്ത് നോക്കുവാണെങ്കിൽ പ്ലെയർ റേറ്റിംഗ് ആണ്. ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്ലെയറിൻ്റെ റേറ്റിംഗിലാണ് കാര്യം, അല്ലെങ്കിൽ ആ ഒരു റേറ്റിംഗ് വെച്ചിട്ടാണ് പ്ലേയേഴ്സ് നന്നായിട്ട് കളിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു സ്കോഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പ്ലേയേഴ്സിൻ്റെ ആക്ച്വൽ റേറ്റിംഗിനേക്കാളും താണിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഈ ഒരു 8-ന് 104 റേറ്റിംഗ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. 104 അല്ല, 105 പോകുന്ന 8 ആണത്. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ കൂട്ട 103, 104 പോകുന്നതാണ്. ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് 102 അതുപോലുള്ള ഒരുപാട് ചേഞ്ചസുകൾ ഈ ഒരു സ്കോഡിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സിൽവേനെ എടുത്തു കഴിഞ്ഞാൽ 102 മറ്റോ കയറുന്ന ഒരു സിൽവയാണ്. പക്ഷേങ്കിൽ പുള്ളിക്കാരനെ 100 മാക്സിമം റേറ്റിംഗ് എനിക്ക് കിട്ടുന്നത്. സോ നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന പ്ലെയർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരു മിത്താണ്. ഹയർ പ്ലെയർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെയുള്ള പ്ലേസ് നല്ലോണം കളിക്കുന്നുള്ള ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രഷൻ പോയിന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പ്ലെയറെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കസ്റ്റം പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്ലേസ് നിങ്ങളുടെ ടാക്ടിക്സിന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം പ്ലേക്ക് അനുസരിച്ചിട്ട് കളിക്കുക എന്നുള്ളതാണ്. കൊണാമി കൊടുക്കുന്ന ഒരു ബിൽറ്റിനായിട്ട് വരുന്ന ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെയിൻ ആയിട്ടുള്ള എബിലിറ്റി കൂട്ടി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല സ്പീഡി പ്ലേയേഴ്സിനാണെങ്കിൽ അവർക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോൾ കൺട്രോളും അതുപോലെ തന്നെ അത്യാവശ്യം ബാലൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് കൊണാമി എപ്പിക്കുകളെ നമുക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെങ്കിൽ പ്ലെയർ പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, ആ ഒരു പ്ലെയർ നമ്മൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ കളിക്കേണ്ടത്, അല്ലാതെ കൊണാമിക്ക് വേണ്ടി കളിക്കുന്നതല്ല, നമ്മുടെ ടീമിൽ അവർ എങ്ങനെയാണ് കളിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് പ്ലെയേഴ്സിനെ റീസെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ. ഈ ഒരു ടോപ്പിക്കിൻ്റെ മിത്ത് എന്ന് പറയുന്നത് പ്ലെയർ റേറ്റിംഗിലാണ് കാര്യം എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഫാക്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്ലെയർ റേറ്റിംഗ് നോക്കേണ്ട ആവശ്യമില്ല. 105 പോകുന്ന പ്ലെയർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രഷനിൽ ആ പ്ലെയറിന് 101, 100 കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു 105 കാർഡിനേക്കാളും ബെറ്റർ പെർഫോമൻസ് നിങ്ങളുടെ 100 റേറ്റിംഗ് ഉള്ള ആ ഒരു പ്ലെയർ കാഴ്ചവെക്കും എന്നുള്ളതാണ്. നമ്മുടെ മൂന്നാമത്തെ മിത്ത് നോക്കുവാണെങ്കിൽ എപ്പിക് പ്ലെയേഴ്സ് ആർ മോർ പവർഫുൾ. തീർച്ചയായിട്ടും മിത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും ഒരു ധാരണയാണ് എപ്പിക് സ്ക്വാഡും കാര്യങ്ങളൊക്കെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്വാഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എപ്പിക് പ്ലേയേഴ്സ് കളിക്കുന്ന പോലെ മറ്റൊരു പ്ലേയേഴ്സും ഫീച്ചേർഡ് കാർഡായിക്കോട്ടെ ഹൈലൈറ്റ് കാർഡായിക്കോട്ടെ ഒരു കാർഡും എപ്പിക് പ്ലേയേഴ്സിൻ്റെ അത്രയും കളിക്കത്തില്ല, ഗെയിമിൽ ഇമ്പാക്റ്റ് ആവത്തില്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മുടെ ഗെയിമിൽ എപ്പിക് കാർഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്ന ഫീച്ചേർഡ് കാർഡുകളും ഹൈലൈറ്റ് കാർഡുകളും ഈ പറയുന്ന ട്രെൻഡിങ് കാർഡായിട്ടുള്ള പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എൻ്റെ സ്ക്വാഡിൽ ഈ പറയുന്ന താഴെ കാണുന്ന 2 ഹൈലൈറ്റ് കാർഡ് കാണാം. നമ്മുടെ RBയിൽ കളിക്കുന്ന നമ്മുടെ വാൻ ബിസാക്ക അതുപോലെ തന്നെ പെഡ്രി, ഈ 2 കാർഡുകളും ഹൈലൈറ്റ് കാർഡുകളും മാത്രമാണ്. പക്ഷെങ്കിൽ എൻ്റെ സ്ക്വാഡിൽ തീർച്ചയായിട്ടും മറ്റുള്ള പല എപ്പിക് കാർഡുകൾ കളിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ 2 കാർഡുകൾ തരുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ നോക്കിയാൽ കാണാം RBയിൽ ഞാൻ കൊടുത്തേക്കുന്നത് നമ്മുടെ ഡബിൾ ബൂസ്റ്റർ എപ്പിക് കാർഡായുള്ള കോസ്റ്റ് കൂട്ടനെയും അതുപോലെ തന്നെ സബിൽ വാൻ ബിസാക്കിനെയാണ്. ഫോമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ 2 കാർഡുകളിൽ ഒരു കാർഡിനെ ഞാൻ പ്ലേയിങ് 11ൽ ഇടുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള ചേഞ്ചും കാര്യങ്ങളൊന്നും ഗെയിമിൽ കിട്ടത്തില്ല. ഈ 2 കാർഡുകളിൽ ഏത് കാർഡ് ഉപയോഗിച്ചാലും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മിത്ത് മാത്രമാണ് എപ്പിക് കാർഡാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ എപ്പിക് കാർഡുകളോട് നമ്മുടെ ഹൈലൈറ്റ് കാർഡുകൾക്ക് എത്തത്തില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മിത്ത് മാത്രമാണ്. തീർച്ചയായിട്ടും എപ്പിക് കാർഡിനേക്കാളും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കിട്ടുന്ന ഒരുപാട് ഹൈലൈറ്റ് കാർഡുകൾ നമ്മുടെ സ്ക്വാഡിൽ തന്നെ
ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കോഡിൽ ഇതുപോലുള്ള ഹൈലൈറ്റ് കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ 4ാമത്തെ മിത്ത് നോക്കുവാണെങ്കിൽ PD ആയിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ മോർ പവർഫുൾ ആണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മിത്ത് മാത്രമാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിൽ കുറച്ചും കൂടി ഡേഞ്ചറസ് ആയി മാറുന്നത്. നമ്മുടെ ഓപ്പോണന്റ് ഒരു തരത്തിലും സ്ലോ ഡൗൺ ചെയ്യുന്നില്ല, നല്ല രീതിയിൽ പേസോടെ തന്നെ കളിക്കുന്നു. ഡാഷ് ബട്ടണിൽ നിന്ന് കൈയെടുക്കാതെ തന്നെയാണ് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലേസിനെ നമുക്ക് ഈസി ആയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ആ ഒരു പ്ലെയറോട് എടുക്കാം എന്നുള്ളതാണ്. മറിച്ച് നിങ്ങളുടെ ഓപ്പോണന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്ത് വളരെ സ്ലോ ആയിട്ട് തന്നെ കളിക്കുന്നു, അത്യാവശ്യത്തിന് മാത്രമാണ് ഡാഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരിക്കും അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീഡിൽ ഒരു കാര്യമില്ല. നിങ്ങളുടെ ഡാഷ് ബട്ടൺ നിങ്ങൾ ആവശ്യത്തിന് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ മുന്നിൽ ആരും തന്നെ ഇല്ലെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾ ഡാഷ് ബട്ടൺ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പ്ലെയറെ കട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന ഡാഷ് ബട്ടണും കാര്യങ്ങളൊക്കെ. സ്പീഡിൽ ഒരു കാര്യമില്ല, നിങ്ങളുടെ ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് ഗെയിമിൽ മെയിനായിട്ട് ഡേഞ്ചർ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ അവസാനത്തെ മിത്തിലേക്ക് പോകാം. നമ്മുടെ അവസാനത്തെ മിത്ത് എന്ന് പറയുന്നത് സ്റ്റണ്ണിങ് ഷോട്ട് ആർ മോർ പവർഫുൾ. തീർച്ചയായിട്ടും മിത്ത് മാത്രമാണ്. നമ്മുടെ ഗെയിമിൽ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയാണ് സ്റ്റണ്ണിങ് ഷോട്ടിനാണ് മോർ പവർഫുൾ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതൽ അത് ഗോൾ ആവാൻ അല്ലെങ്കിൽ കൺവേർട്ട് ആവാൻ ചാൻസ് കൂടുതൽ സ്റ്റണ്ണിങ് ഷോട്ടിനാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ ഒരുപാട് പേർക്കുണ്ട്. പക്ഷേങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്, മിത്ത് മാത്രമാണ്. അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചാൻസ് പ്രോബബിലിറ്റി കൂടിയിരിക്കുന്നത് നമ്മുടെ കേളിന് തന്നെയാണ്. കേൾ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾ കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്റ്റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊന്നും പവർഫുൾ അല്ല, ഗോൾ കയറത്തില്ല എന്നുള്ളതല്ല. പക്ഷേങ്കിൽ നിങ്ങളൊരു 10 ഷോട്ട് സ്റ്റണ്ണിങ്ങും അതുപോലെ തന്നെ 10 ഷോട്ട് കേൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൺവേർഷൻ റേഷ്യോയും കാര്യങ്ങളൊക്കെ കേൾ ചെയ്ത ഷോട്ടിനാണ് കൂടുതൽ എന്നുള്ളതാണ്. ഒരുപാട് പേര് സ്റ്റണ്ണിങ് ഷോട്ടിനാണ് പവർഫുൾ അല്ലെങ്കിൽ സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ചാൽ മാത്രമേ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ അനാവശ്യമായിട്ട് സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കാനുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു, ഓപ്പോണന്റ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റണ്ണിങ് ഷോട്ട് നിങ്ങൾ എടുക്കേണ്ടത് പവർഫുൾ ആയിട്ട് അടിച്ചാൽ മാത്രമേ ആ ഒരു ഗോൾ കയറത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റണ്ണിങ് ഷോട്ടും കാര്യങ്ങളൊക്കെ പോകുമ്പോഴുള്ള ഒരു ടൈമും കാര്യങ്ങളും കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നിങ്ങൾ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഗോളാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾ ഷോട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കേളിനാണ് കൂടുതലും ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ട് മാറുന്നത് ഈ പറയുന്ന കേൾ ഷോട്ട് തന്നെയാണ് എന്നുള്ളതാണ്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 5ഓളം പോയിന്റ് ആണ് ഗെയിമിലെ മിത്തും അതുപോലെ തന്നെ അതിന്റെ ഫാക്ട് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.